ഹലോ പ്രിയ കലാസ്നേഹികളെ, ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ്. കണ്ടാസ്വദിക്കാനും എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കാനും എല്ലാ കലാസ്നേഹികളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗത പ്രസംഗമാണ് ശ്രീമതി രജി പി. സ്വാഗത പ്രസംഗത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. 64ാമത്തെ കേരള സ്കൂൾ കലോത്സവം, അതിന്റെ ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവമാണ്. ഒക്ടോബർ 27, 28, 29, 30 തീയതികളിലായി നമ്മുടെ സ്കൂളിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു പതാക ഉയർത്തൽ ചടങ്ങ്. നമ്മുടെ ഒറ്റപ്പാലം അദ്ദേഹമാണ് അത് നിർവഹിച്ചത്. അതേപോലെ നമ്മുടെ ഈ പരിപാടി വളരെ മനോഹരമാക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ബഹുമാന്യനായ MLA, ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവറുകളെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത് അതീവ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ നമ്മുടെ ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ അവറുകൾ ഇവിടെ ഇത്രയും തിരക്കിനിടയിലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം നമ്മുടേതായിട്ട് ചാർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരാമെന്ന് അറിയിച്ചത് MP ആയ നമ്മുടെ ഒറ്റപ്പാലം MP ആയ VK ശ്രീകണ്ഠൻ അവറുകളാണ്. അദ്ദേഹം തിരക്കിൽപ്പെട്ടതുകൊണ്ട് കുറച്ച് സമയത്തുകൾക്ക് ശേഷം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റപ്പാലം ശ്രീമതി ശോഭന രാജേന്ദ്ര പ്രസാദ്, അതേപോലെ നമ്മുടെ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ അവറുകൾ, അതേപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ അബ്ദുൾ ഖാദർ, അതേപോലെ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി AK ശൈലജ, ഇവരെയും സ്വാഗതം ചെയ്യുന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത KP, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CP ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ്, ഇവരെയും സ്വാഗതം ചെയ്യുന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ CP വനജ, അതേപോലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ശ്രീമതി പ്രമീള, ശ്രീ ഉണ്ണിയാൻകുട്ടി, ശ്രീ അബ്ദുൾ ഖാദർ, നമ്മുടെ AEO ഒറ്റപ്പാലം, നമ്മുടെ ഏത് കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ AEO സർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മാനേജർ ഡോക്ടർ OK മൊയ്തു സർ, അദ്ദേഹത്തെയും നമ്മുടെ PTA പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അവരുകളെയും അതേപോലെ HM ശ്രീജ ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. ബാക്കി കുറേ ആളുകളുടെ നമ്മളെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കുറേ ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരെയും പേരെടുത്ത് സ്വാഗതം ചെയ്യാൻ നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ വിനയപൂർവ്വം എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മുടെ മിനിസ്റ്റർക്കും നമ്മുടെ MLAക്കും വളരെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് അവരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഞാൻ എല്ലാവരെയും പേരെടുത്ത് സ്വാഗതം ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ അതിഥികളെയും, അതേപോലെ ഇവിടെ ഇത് പരിപാടി കാണുന്നതിനും വിജയിപ്പിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും എല്ലാ പാരൻസിനെയും
എല്ലാ എൻ്റെ പ്രിയങ്കരായിട്ടുള്ള എല്ലാ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എടുത്തു പറയേണ്ടത് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള ശ്രീ കുഞ്ഞു മുഹമ്മദ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാന്യനായ ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവരുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സ്വാഗതം പറഞ്ഞത് സ്വാഗത സംഘം ജനറൽ കൺവീനർ ശ്രീമതി രജി PR. താങ്ക് യു മാഡം. അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ P. മമ്മുക്കുട്ടി സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, രക്ഷാകർത്താക്കളെ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളാണ്. പ്രത്യേകിച്ച് അനങ്കനരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹികളുണ്ട്. ജില്ലാ തലത്തിലുള്ള ഭാരവാഹിയുണ്ട്, സബ് ജില്ലാ തലത്തിലുള്ള ഭാരവാഹികളുണ്ട്, സ്കൂൾ തലത്തിലുള്ള ഭാരവാഹികളുണ്ട്. ഒരുപാട് സംഘടനകളുടെ ഭാരവാഹികൾ ഈ കലോത്സവത്തിൽ ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിൻ്റെ സമാപനം വരെയുള്ള പരിപാടികളിൽ വളരെ ആത്മാർത്ഥമായും കൃത്യനിഷ്ഠയോടും കൂടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതനുസരിച്ച് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി കായിക വഖഫ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചുറുചുറുക്കോടുകൂടി വളരെ ചടുലയോടുകൂടി കായിക മേഖലയും അതുപോലെ തന്നെ വഖഫ് മേഖലയും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മനിരതനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ അബ്ദുറഹിമാൻ, അദ്ദേഹത്തോട് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മണ്ഡലത്തിലും എൻ്റെ ജില്ലയിലും കുറേ ഉണ്ട്, അവിടെ തന്നെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ അവിടേക്ക് വരിക പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, അവിടുത്തെ ആളുകൾ ആക്ഷേപം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും വേണ്ടില്ല, നിങ്ങൾ അങ്ങനെ ആക്ഷേപം പറയാനുള്ള ഉണ്ടാക്കണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടണം, ഇവിടുത്തെ ആളുകളുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം നമ്മളോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. പിന്നീട് നമ്മുടെ ബഹുമാന്യനായ പാർലമെൻറ്റ് മെമ്പർ, അദ്ദേഹവുമായി തന്നെ ജോലിത്തിരക്ക് ധാരാളമുള്ള ആൾ തന്നെയാണ്, എന്നാലും അദ്ദേഹം ഇതിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പേര് പറയുന്നില്ല. നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികളുടെ ഈ കലാമാമാങ്കം, കലോത്സവം, എന്ന് പറയുമ്പോൾ അതിൽ സാഹിത്യം ഉണ്ടാവും, അതുപോലെ തന്നെ രചനയുണ്ടാവും, അതുപോലെ തന്നെ കഥയുണ്ടാവും, എഴുത്തുണ്ടാവും. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവം, നമ്മുടെ സ്കൂൾ കലോത്സവത്തെ സംബന്ധിച്ച് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കലാമാമാങ്കം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. അതിൻ്റെ ഭാഗമായി സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞ് സബ് ജില്ലാ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടി അവരിവിടെ വന്ന് മാറ്റുരക്കുകയാണ്. എന്തായാലും സബ് ജില്ലാ കലോത്സവത്തിന് തിരഞ്ഞെടുത്ത കേന്ദ്രം അനങ്ങനടി, എല്ലാവർക്കും വന്ന് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചുറ്റുപാടും സൗകര്യവുമുള്ള ഒരു പ്രദേശത്താണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും. ആ നിലയിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ദേശീയാടിസ്ഥാനത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിനെ നയിക്കുന്ന മൊയ്തു സാഹിബും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ വിദ്യാലയത്തെ ഏറ്റവും മെച്ചപ്പെട്ട മേന്മയോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട് പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ സ്കൂളിൻ്റെ PTA അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരെയും എല്ലാം ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഈ കലോത്സവത്തിൻ്റെ ഈ അവസരം ശരിയായ രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് അനങ്ങനടി സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവം പോലെ എന്ന് മാതൃകാപരമായി പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഇതിനെ വിജയിപ്പിക്കാനുള്ള പരിശ്രമം നമുക്ക് ഒരുമിച്ച് നടത്താം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
നമ്മൾ പിന്നെ ഇടക്കിടക്ക് കണ്ട് സംസാരിക്കുന്ന ഒരു കൂട്ടക്കാരാളും ഇടക്കിടക്ക് വരാറുണ്ട്, സ്കൂളിലാണെങ്കിലും അല്ലാത്ത മേഖലയിലൊക്കെ. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിന് മുനിയും തുനിയുന്നില്ല. ബഹുമാന്യനായ മന്ത്രിക്ക് ഇനിയും ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റപ്പാലം സബ് ജില്ലയുടെ കലോത്സവം 3 ദിവസങ്ങളിലായി 6,000-ഓളം വരുന്ന കുട്ടികൾ 15 സ്റ്റേജുകളിലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആ കുട്ടികൾക്കെല്ലാം തന്നെ പരമാവധി സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി സംഘാടക സമിതിക്കാരും സ്കൂളുകാരും ശ്രമിച്ചിട്ടുണ്ട്. ആ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വല്ല കുറവോ പോരായ്മ ഉണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. രതീഷേട്ടാ, ദാസേട്ടത്ത് 5 മണിയൊക്കെ ഒന്ന് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ മുന്നോടിയായി സംസ്ഥാനത്തൊട്ടുമുള്ള ഉപജില്ലകളിൽ നടക്കുന്ന കലോത്സവങ്ങളിൽ ഒറ്റപ്പാലം ഉപജില്ലയുടെ കലോത്സവത്തിന് ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. കേരള സ്കൂൾ കലോത്സവം എന്നുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരക്കുന്ന മേളയായിട്ടാണ് ഇന്നറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തോ അതല്ലെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും രാജ്യങ്ങളിലോ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു കലോത്സവം നടക്കാറില്ല. ഇന്ന് ഈ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഷൊർണൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ പി മമ്മിക്കുട്ടി, ബഹുമാനപ്പെട്ട കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീമതി രജി PR തുടങ്ങി വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, വേദിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ കലോത്സവത്തിൽ 84 വിദ്യാലയങ്ങളാണ് പങ്കെടുക്കുന്നത്. 6000-ഓളം കുട്ടികൾ അവരുടെ കഴിവുകൾ പ്രദർശിക്കുന്ന ഈ മേള ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒന്നാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത് തൃശ്ശൂരിൽ ജനുവരി ആദ്യവാരത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന കലോത്സവത്തിന് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകളാവും തിരഞ്ഞെടുക്കപ്പെടുക. അവർ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം സംസ്ഥാന കലോത്സവങ്ങൾക്ക് അവർ അതിൽ പങ്കാളികളായിക്കൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ കലാരംഗങ്ങളിൽ നമ്മുടെ പുതിയ തലമുറയുടെ കഴിവുകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു മേളയാണ്.
ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ സംസ്ഥാനത്താണ് ഇത്രയും വിപുലമായ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ മീറ്റുകൾ നടക്കുകയാണ്, കായികമേളകൾ നടക്കുകയാണ്. അതും ഇതേപോലെ തന്നെയാണ്. രാജ്യത്തിൻ്റെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയും വിപുലമായിട്ടുള്ള കായികമേളകൾ നടക്കാറില്ല. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബഹുമുഖമായിട്ടുള്ള കഴിവുകൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനും ആ ഒരു കലാ സാംസ്കാരിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഒക്കെ തന്നെ കഴിയുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ധാരാളം പരിപാടികൾ ആരംഭിക്കേണ്ടതുള്ളതും കൊണ്ട് തന്നെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നു. നിങ്ങൾ ഈ നാടിൻ്റെ പാരമ്പര്യവും കലാസംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാവിയിലും നിങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഒറ്റപ്പാലം ഉപജില്ലയിൽ നടക്കുന്ന ആനങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.